വാവിട്ട് നിലവിളിച്ചു കുട്ടികൾ. പലർക്കും ശ്വാസം കിട്ടാതിരുന്നു. കാലുകുത്താനിടമില്ല ട്രെയിനുകൾ. നമ്മൾ പലർക്കും പ്രൈവറ്റ് ബസ്സിലെ തിരക്കുകളെയും അല്ലെങ്കിൽ ബസ്സുകളുടെ തിരക്കുകളിലാണ് അധികം ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ അധികം അങ്ങനെ ചർച്ച ചെയ്ത് കാണപ്പെടാത്ത ട്രെയിനിൽ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് തിരക്കുകൾ. ഒരു സ്ത്രീ അവിടെ ഇരുന്നിങ്ങനെ ശ്വാസം മുട്ടി പുറത്തേക്ക് ശ്വാസം തുറന്നുകൊണ്ടിരിക്കുന്ന രീതി കണ്ടിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒന്നാമത് തന്നെ ഈ ട്രെയിനിലെ ബസ്സുകളുടെ സമയം പോലെയല്ല ട്രെയിനുകളുടെ സമയം. അതിനൊരു മാറ്റം വരുത്തിയ ഒരു പരിധി വരെ തിരക്ക് കുറയ്ക്കാൻ ഒരു കാരണമാവും. അതായത് ഇപ്പം അരമണിക്കൂർ ഇടവിട്ട ഒരു ട്രെയിൻ, അത് ട്രെയിനിൻ്റെ വേഗത അനുസരിച്ചാണ് കൂടിപ്പോയി 1 മണിക്കൂർ, അല്ല 1/2 മണിക്കൂറോ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ മാക്സിമം 1 മണിക്കൂർ ഇടവിട്ട് ട്രെയിനുകൾ സർവീസ് ആരംഭിക്കുക. പിന്നെ ഒരു കാര്യം അധികം നമ്മൾ മറ്റേ പ്ലെയിനിലൊക്കെ പോകുമ്പോൾ ലഗേജിന് മാത്രമായിട്ടൊരു ഏരിയ ഉണ്ട്, അങ്ങനെ ഒരു ഏരിയ. അതുപോലെ തന്നെയാണ് ഈ ട്രെയിനിലും അതിന് ലഗേജ് വെക്കാൻ നമ്പർ വയ്ക്കാനുള്ള കുറച്ച് ഏരിയകളൊക്കെ ഉണ്ടാക്കുക, ലഗേജ് വെക്കാൻ വേണ്ടി. അതൊരു തിരക്ക് കുറയ്ക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഇത്തരമാതിരി കുത്തിക്കയറുന്ന വളരെ ശ്വാസം മുട്ടിയൊക്കെയാണ് ഈ വാഗൺ ട്രാജഡിയൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെയിനിലൊക്കെ കാണുമ്പോൾ ഓർമ്മ വരുന്നത്. അതൊക്കെ ചിലരൊക്കെ കമ്പികളൊക്കെ തൂങ്ങി പിടിച്ചിരുന്ന് വളരെ അപകടകരമായ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ 1/2 മണിക്കൂർ ഇടവിട്ടോ 1 മണിക്കൂർ ഇടവിട്ടോ ട്രെയിൻ സർവീസ് ഒരേ സ്ഥലത്തേക്കുള്ള ട്രെയിൻ സർവീസുകൾ ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ തിരക്കുകളൊക്കെ കുറയാൻ സാധ്യതയാകും. അത് മാത്രമേ ഇതിനിപ്പോൾ പരിഹാരമുള്ളൂ. പിന്നെ പലരും ടിക്കറ്റ് എടുത്തിട്ടല്ല കയറുന്നത്, അത് വേറൊരു കാര്യം. അപ്പോൾ റെയിൽവേ മന്ത്രികളൊക്കെ അത് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി വീണ്ടും ഒരു വാഗൺ ട്രാജഡി താങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് എത്രയും വേഗം റെയിൽവേ മന്ത്രികളൊക്കെ നടപടി സ്വീകരിക്കണം.